അച്ഛനും അമ്മയും പ്ലെയിനിലായിരിക്കും. ഇത്തരം ചീപ്പ് സെന്റിമെന്റ്സ് ഒക്കെ വിട്ടുകളയണം രഞ്ജിനി. ആദ്യം മനസ്സിന് രോഗമുണ്ടാകും, പിന്നെ അത് ശരീരത്തെ ബാധിക്കും, പ്രശ്നമാകും. ഇട്ടതൊക്കെ പറയാം. എന്റെ അച്ഛനും അമ്മയല്ലേ, എനിക്ക് വിഷമമുണ്ട്. നമുക്ക് നമ്മുടെ വീട്, ഞാനും നീയും, മറ്റൊന്നും ആലോചിക്കാൻ പാടില്ല. എന്നാ നമുക്ക് ഇവിടെ അങ്ങനെ ഇരിക്കാം. വേണ്ട വേണ്ട, അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ പിരിക്കാം. ബാക്കിയുള്ളവരെല്ലാം ഇവിടെ ഇരിക്കും. അതുകൊണ്ടാ വേണ്ടാന്ന് പറഞ്ഞത്. എനിക്ക് ആരെങ്കിലും ഒക്കെ കണ്ടോണ്ടിരിക്കണം. ഇവിടെ ഇരിക്കുന്നവരൊക്കെ രോഗികളാ. ഒരുപാട് തരം രോഗാണുക്കളൊക്കെ ഇവിടെ കാണും. ദൂരെ ഒരു സ്ഥലമുണ്ട്, അവിടെ ആരും ഇരിക്കത്തില്ല. ഞാൻ കണ്ടുപിടിച്ചതാ, വാ. ഇതാണോ നല്ല സ്ഥലം? എന്ത് മാറ്റം ഇവിടെ. പെർഫ്യൂം ചീറ്റിച്ച് മൂക്കടഞ്ഞു പോയാൽ നിനക്ക് തോന്നുന്നതാ. ഇതാണ് കടലിന്റെ ശരിയായ മണം. ഇവിടെ ഇരുന്നാൽ നമ്മളാരും ശ്രദ്ധിക്കത്തില്ല. ശുദ്ധമായ വായു. ഓ പിന്നെ Hello Ranjini, how are you? Fine. ചേട്ടാ ഇത് Hello. I am Captain Mahendran. I am so sorry Ranjini, I couldn't come to your marriage. ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ബാങ്ക് ഓഫീസറാണ്, സിദ്ധാർത്ഥൻ എന്നാണ് പേര്. 20 ഇന്ദിരാനഗറിലാണ് താമസം. ഇതൊക്കെ അറിയാമായിരുന്നിട്ടും പരിചയപ്പെടാൻ സാധിച്ചില്ല. ബാലൻസ് ഇല്ലാത്തവൻ ബാങ്കിൽ വന്നിട്ട് കാര്യമില്ലല്ലോ. അല്ല, ധൃതിയില്ലെങ്കിൽ അല്പം ഇരിക്കാം. ധൃതിയുണ്ട്. ആ, ഒരു ദിവസം വൈകിട്ട് ഞാൻ ഇടിച്ചു കയറും. ശാപ്പാട് വരണം. പോകാം പോകാം. എനി ടൈം യാതൊക്കെ എനിക്കറിയാവുന്ന ഗോഷ്ടി മുഴുവൻ ഞാൻ വേവിച്ചുതരാം. പോരെ? പോകാം. സോ സീ യു. രഞ്ജൂസേ, ഏത് നിമിഷവും ക്യാപ്റ്റന്റെ അറ്റാക്ക് ഉണ്ടാവും. ബി കെയർഫുൾ. ആയിക്കോട്ടെ. ബൈ. രജനി, എനക്കറിയാൻ വയ്യാഞ്ഞിട്ടാ. ഉമ്മമാരൊന്നും ശരിയല്ല. വെറുതെ ഇല്ലാത്തൊന്നും പറയല്ലേട്ടാ. നമുക്കിപ്പോ നമ്മുടെ വീട്, ഞാന്, നീ. അതിന്റെ ഇടയിൽ ആരും വരുന്ന എനിക്ക് ഇഷ്ടമല്ല. വീട്ടിൽ വരും ആഹാരം തരണമെന്നൊക്കെ പറഞ്ഞാ വേണ്ടെന്ന് പറയാനൊക്കോ? പറയാൻ പറ്റണം. അവൻ ശാപ്പാടിനെന്ന് പറഞ്ഞ് വീട്ടിൽ നീ കൈ കൊടുക്കും. ഞാൻ കണ്ടില്ലെന്ന് വെച്ചതാ. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. നീ ഇന്ന് ഷേക്ക് ഹാൻഡ് ചെയ്തു. ഇങ്ങനെയുണ്ടോ ഒരു ഷേക്ക് ഹാൻഡ്? ഒരു ഷേക്ക് ഹാൻഡ് അല്ലേ ഇതാണ് ഷേക്ക് ഹാൻഡ്? അല്ല, എത്ര സമയം അവൻ കൈ പിടിച്ച് കുടിക്കിയത് ഭർത്താവിന്റെ മുമ്പിൽ വെച്ച്. ഇനിയത്തെ തവണ അവൻ ഷേക്ക് ഹാൻഡ് ചെയ്യുന്നതിനോടൊപ്പം കൈവെള്ളി ചൊറിയുകയും ചെയ്യും. സെക്ഷൽ പെർവേർട്സ് ഇവനൊക്കെ. എന്നെ പറ്റിയിട്ട് മനസ്സിൽ കണ്ടിരിക്കുന്ന അങ്ങനെയാ. എന്റെ അച്ഛനമ്മ എന്നെ അങ്ങനെയൊന്നും അല്ല വളർത്തിയത്. അയ്യോ, ഞാൻ അങ്ങനൊന്നും അല്ല പറഞ്ഞത്. ഞാൻ അങ്ങനൊന്നും അല്ല പറഞ്ഞത്.